എന്താണ് ഭഗവത്ഗീത? യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഗീതമാണ് ഭഗവത്ഗീത. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്ക് ശക്തി രൂപമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. മഹർഷി വേദവ്യാസൻ രചിച്ച ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിലെ 18 പർവങ്ങളിലെ 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിലെ ഉപപർവമായ ഗീതാപർവത്തിലെ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. 701 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. കൗരവരും പാണ്ഡവരും തമ്മിൽ മഹാഭാരത യുദ്ധം തുടങ്ങി 10ാം നാൾ ഭീഷ്മപിതാമഹൻ വീണു. കുരുക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അന്ധനായ ധൃതരാഷ്ട്രർക്ക് തന്റെ മന്ത്രിയായ സഞ്ജയൻ വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് 701 ശ്ലോകങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ നേരിടുന്ന പ്രതിസന്ധികളും അതിനെ തരണം ചെയ്യാൻ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളുമാണ് ഭഗവത്ഗീത. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ ആത്മധൈര്യത്തോടെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു കൗൺസിലിംഗ് ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. മാനവരാശിയുടെ വിജയ ഗ്രന്ഥമാണിത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ആരാണ്? ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം നേടൂ. അർജുന വിഷാദ യോഗം മുതൽ മോക്ഷസന്യാസ യോഗം വരെയുള്ള 18 അധ്യായങ്ങളും അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എന്താണെന്നതിനെ കുറിച്ചും അതിൻ്റെ ഒരു നാമപരിചയം എന്ന നിലയ്ക്ക് നമുക്കൊന്ന് എളുപ്പത്തിലൊന്ന് കടന്നു പോകാം. അർജുന വിഷാദ യോഗം 47 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. യുദ്ധക്കളത്തിൽ വെച്ച് തന്റെ ബന്ധുമിത്രാദികളെയും ഗുരുക്കന്മാരെയും കണ്ടപ്പോൾ യുദ്ധം ചെയ്യാൻ ഗാന്ധീവം ഉയർത്തിപ്പിടിച്ചു വന്ന അർജുനൻ തളർന്നു പോകുന്നു. അർജുനന്റെ ഈ വിഷാദത്തിൽ നിന്നുമാണ് ഭഗവത്ഗീതയുടെ 1ാം അധ്യായം തുടങ്ങുന്നത്. 2ാം അധ്യായം സാഖ്യയോഗം. 72 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അർജുനനാകുന്ന നമുക്ക് ഭഗവാൻ തരുന്ന ജീവിതത്തെ വിജയ ഉപദേശം തുടങ്ങുന്നത് 2ാം അധ്യായമായ സാഖ്യയോഗത്തിലാണ്. ജീവിതത്തിലെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അത് കഴിഞ്ഞുള്ള അവസ്ഥാന്തര മാറ്റം മാത്രമാണ് മരണമെന്നും മരണഭയം അകറ്റാനുള്ള സൂത്രങ്ങളും ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ അധ്യായത്തിൽ ശരീരം, ആത്മാവ്, മനസ്സ്, ബുദ്ധി ഇവ വേർതിരിച്ചറിഞ്ഞ് ബോധത്തിലിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 18 അധ്യായങ്ങളുടെയും ഉള്ളടക്കം ഒന്നിച്ച് 2ാം അധ്യായമായ സാഖ്യയോഗത്തിൽ വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നുണ്ട്. സാഖ്യയോഗം നന്നായി പഠിക്കാൻ ഒരുവന് സാധിച്ചാൽ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരില്ല, നിശ്ചയമാണ്. 3ാം അധ്യായമായ കർമ്മയോഗത്തിൽ 43 ശ്ലോകങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. കർമ്മം എന്നാൽ പ്രവൃത്തി. ഒരു മനുഷ്യൻ തന്റെ ജന്മം കൊണ്ട് കടന്നു പോകുന്ന സകല കർമ്മങ്ങളെക്കുറിച്ചും കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട്. എന്തിനാ ഭഗവാനെ നീ എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? അതിനുത്തരം നൽകുന്നതാണ് കർമ്മയോഗം. 4ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. 42 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഓരോ മനുഷ്യനും ചെയ്യുന്ന കർമ്മം എങ്ങനെ ജ്ഞാനകർമ്മമാകുമെന്ന് ഈ അധ്യായത്തിൽ വിവിധതരം കർമ്മങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിച്ചുകൊണ്ട് വിവരിച്ചു തരുന്നുണ്ട്. നമ്മുടെ എല്ലാം സംശയമാണ്, സകല ജീവജാലങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയല്ലേ, എന്നിട്ടും എന്തേ ചിലർ പീഡനം, കൊലപാതകം, കളവ് എന്നിങ്ങനെ അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു? ഇതിനുള്ള മറുപടിയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 5ാം അധ്യായം കർമ്മസന്യാസ യോഗം. 29 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ആരാണ് സന്യാസി? തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സന്യാസിയാവാം എന്ന് ഭഗവാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഒരു മനുഷ്യന്റെ ധർമ്മമെന്നും എങ്ങനെ ഈ ജീവിതം സന്തോഷകരമായി ജീവിക്കാമെന്നും ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നു. 6ാം അധ്യായം ധ്യാനയോഗം. 5 അധ്യായങ്ങളിലൂടെ നേടിയ അറിവുകൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്ന് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പറയുന്നു. ഞാനൊന്ന് സമാധാനമായി ഇരുന്നോട്ടെ, എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പലരും പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മനസ്സ് എത്ര കലുഷിതമാണെങ്കിലും ശാന്തനായിരിക്കാൻ അല്ലെങ്കിൽ ധ്യാനിക്കാൻ നമ്മെ ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് 6ാം അധ്യായത്തിൽ. ശാന്തമായിരിക്കാൻ, സ്വസ്ഥത കിട്ടാൻ ഒരു ധ്യാന കേന്ദ്രത്തിലും പോകേണ്ടതില്ല. ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ മാത്രം മതി. 7ാമത്തെ അധ്യായം ജ്ഞാന വിജ്ഞാന യോഗം. 6 അധ്യായത്തിലൂടെ നേടിയ ജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ
വിജ്ഞാനമാക്കി മാറ്റുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ഞാൻ ആരെന്നുള്ള സത്യം ഭഗവാൻ ഈ അധ്യായത്തിൽ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് നമ്മളെ. ഓരോ മനുഷ്യന്റെ ജന്മോദ്ദേശം എന്തെന്നും ബോധ്യപ്പെടുത്തി തരുന്നു. 8ാമത്തെ അധ്യായം അക്ഷരബ്രഹ്മയോഗം. നമ്മുടെ സ്വരൂപത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി തരുന്നു ഈ അധ്യായത്തിൽ. എപ്പോഴാണ് ഒരുവന്റെ മരണം സംഭവിക്കുക? അത് എപ്പോൾ വേണമെങ്കിലും ആകാം. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ അധ്യായത്തിലൂടെ നമ്മെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം ഇവയെല്ലാത്തിനേക്കാളും പ്രാധാന്യം ബോധത്തിനാണെന്ന് നമ്മെ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നു. അതീവ രഹസ്യവും പവിത്രവും ഉത്തമവും അതിശ്രേഷ്ഠവുമായ ഒരു രഹസ്യമാണ് ഇവിടെ മാനവർക്കായി ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഉദാഹരണം, സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ് നിഴലുണ്ടാകുന്നത്. പക്ഷെ നിഴലിൽ സൂര്യപ്രകാശമോ സൂര്യനിൽ നിഴലോ ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. ആശുപത്രിയിൽ കോമാ സ്റ്റേജ് കിടക്കുന്ന വ്യക്തിക്ക് ബോധമില്ല ശരിക്കും, ബാക്കി എല്ലാം ഉണ്ട് അല്ലേ? അവൻ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആ രഹസ്യം, ബോധമില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ആ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു ഭഗവാൻ ഇതിലൂടെ. 10ാമത് അധ്യായം വിഭൂതി യോഗം. ഈ വിശ്വത്തെ മുഴുവൻ ഭഗവാന്റെ വിഭൂതിയായി കാണാൻ അദ്വൈതം എന്ന സത്യം ബോധ്യപ്പെടുത്തിയ ശേഷമുള്ള കാഴ്ചകളാണ് ഈ അധ്യായത്തിൽ. ഒരുവന് അവന്റെ ഉള്ളിലെ ഭഗവാനെ ദർശിക്കാൻ പഠിപ്പിക്കലാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ ചെയ്യുന്നത്. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായതെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മെ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പ്രാപ്തരാക്കുന്നു. 11ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം. 10 അധ്യായങ്ങളിലൂടെ നാം അറിഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ ഈ അധ്യായത്തിൽ അകക്കണ്ണുകൊണ്ട് നമ്മെ കാണിച്ചു തരുന്നു. ഭഗവാന്റെ വിശ്വരൂപത്തെ വെറുമൊരു ചിത്രകാരന്റെ ഭാവനയായി കാണാതെ അതിന്റെ ആഴത്തിലേക്ക് ദർശിച്ചറിയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ ഒന്നിച്ച് ആ രൂപത്തിൽ അർജുനന് ദർശിക്കാൻ സാധിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദർശനം സിദ്ധിച്ചവർ ഒരിക്കലും പരാജയം എന്തെന്ന് അറിയില്ല, ഉറപ്പാണ്. 12ാമത് അധ്യായം ഭക്തിയോഗം. 20 ശ്ലോകങ്ങളുള്ള ഈ ചെറിയ അധ്യായത്തിലൂടെ ഒരുവന്റെ ഭക്തി എങ്ങനെയുള്ളതാകണം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കാര്യം നടന്നാൽ കാണിക്ക സമർപ്പിക്കുന്നതാണോ ഭക്തി? യഥാർത്ഥ ഭക്തനാരെന്നറിയാൻ ഈ അധ്യായത്തിലൂടെ കടന്നു പോയേ മതിയാവും. ഒരു നല്ല ഭക്തനുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും ഭഗവാനോടെ വിവരിക്കുന്നുണ്ട്. 13ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. യഥാർത്ഥ ക്ഷേത്രം എന്താണെന്നറിയാൻ ഭഗവത്ഗീതയിലെ 13ാം അധ്യായത്തിലെ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകണം. ആത്മഹത്യ ശരിയോ സാധ്യമോ? ആത്മാവിനെ ഹനിക്കാൻ ആരാലും സാധ്യമല്ല എന്നുള്ള സത്യം ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കിയവരാരും അതിന് മുതിരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭഗവാൻ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. 14ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം. ഒരു മനുഷ്യന് ജന്മനാ ലഭ്യമായിട്ടുള്ള 3 ഗുണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. സാത്വികം, രാജസം, താമസം. ഈ 3 ഗുണങ്ങളെക്കുറിച്ചും ഈ ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും മനുഷ്യരിൽ കാണുന്നത് എന്തുകൊണ്ടാണ്, ഓരോ മനുഷ്യന്റെയും സ്വഭാവം വ്യത്യസ്തമാകുന്നത് എന്നുള്ളതും ആ ഒരു സത്യം ഈ അധ്യായത്തിലൂടെ നമുക്ക് പകർന്നു തരും. നമ്മിലെ ഗുണത്തെ തിരിച്ചറിയാനും വേണ്ട മാറ്റങ്ങൾ വരുത്തി നല്ലൊരു സ്വഭാവ രൂപീകരണത്തിനും ഈ അധ്യായം വഴിതെളിക്കുന്നുണ്ട്. 15ാം അധ്യായം പുരുഷോത്തമ യോഗം. 20 ശ്ലോകങ്ങളുള്ള ഈ ചെറിയ അധ്യായത്തിൽ ഉത്തമനായ ഒരു പുരുഷനാകാൻ ഭഗവാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. ഈ വിശ്വം മുഴുവൻ നമ്മുടെ ബോധത്തിലാണ് തെളിയുന്നത്, ശരിയല്ലേ? ആ ബോധത്തെ അറിയുന്നവനാരോ അവനാണ് ഉത്തമ പുരുഷൻ. അത് സ്ത്രീയോ പുരുഷനോ ആകാം. പൂർണ്ണതയിലെത്തിയവനാണ് പുരുഷൻ. 16ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ദൈവിക ഗുണങ്ങളും ആസുര ഗുണങ്ങളും ഈ അധ്യായത്തിലൂടെ നമുക്ക് വേർതിരിച്ച് തരുന്നുണ്ട് ഭഗവാൻ. ആരാണ് ദേവഗണം, ആരാണ് അസുരഗണം, അവരുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ള വിലയിരുത്തലാണ് 16ാം അധ്യായമായ ദൈവാസുര വിഭാഗയോഗത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. നമ്മളെ ഗുണം ഏതെന്ന് തിരിച്ചറിയുവാനും ആസുര ഗുണങ്ങളെ നീക്കിക്കളയുവാനും ദൈവിക ഗുണങ്ങൾ ആർജിക്കാനും ഈ അധ്യായം നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. 17ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം. ഓരോ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് അവനവനിലെ ശ്രദ്ധയും 3 തരത്തിലുണ്ട്. മോക്ഷപ്രാപ്തിക്ക് മുമ്പായി ശ്രദ്ധയോടെ ഇരിക്കാൻ ഭഗവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ശ്രദ്ധാത്രയ വിഭാഗയോഗം. പുതിയ തലമുറയിലെ കുട്ടികളോട് നമ്മൾ മിക്കവാറും പറയുന്ന കാര്യമാണ്, നിനക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ തീരെയില്ല എന്ന്. കുട്ടികളിൽ ശ്രദ്ധയുണ്ടാകാൻ എവിടെയും പോകണ്ട,
ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലൂടെ ഭഗവാന്റെ വാക്കുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ മാത്രം മതി. 8-ാം അധ്യായം, അവസാനത്തെ അധ്യായമാണത്. മോക്ഷ സന്യാസ യോഗം. ത്യാഗവും സന്യാസവും വേർതിരിച്ചറിഞ്ഞ് മോക്ഷത്തെ നേടിത്തരികയാണ് ഭഗവാൻ 18-ാം അധ്യായത്തിലൂടെ. മക്കളെയെല്ലാം വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. അവർ ചെയ്യുന്ന കർമ്മത്തിൽ ഫലേച്ഛ കൂടാതെ ഭഗവത് സമർപ്പണമായി ചെയ്താൽ തീർച്ചയായും കർമ്മഫലം ഉണ്ടാകും, മോക്ഷപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളും നല്ല രീതിയിൽ പഠിച്ച ഒരുവന് ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളെയും നിഷ്പ്രയാസം നേരിടാനാകും. അതിനുള്ള ഊർജം ഈ പ്രകൃതിയാകുന്ന ശക്തി അഥവാ പരബ്രഹ്മം നമുക്ക് നൽകും. നമുക്ക് ലഭിച്ച ആ ഊർജത്തെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജന്മം സഫലം. മോക്ഷപ്രാപ്തിക്കായി മാനവരാശിക്ക് ഭഗവാൻ നൽകിയ ഈ ഉപദേശങ്ങൾ എല്ലാവർക്കും ഗുണപ്രദമാകട്ടെ. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പഠിക്കലാണ് വിജയം. അതിന് ഇതിനേക്കാൾ വലിയൊരു മാർഗം വേറെയില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരുപാട് ദൈർഘ്യമൊന്നുമില്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അത് എന്തും ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒരു കമൻ്റായിട്ട് കുറിക്കാൻ മടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് കാര്യം ഒന്ന് പരിഗണിക്കാം. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ഓക്കെ, നമസ്കാരം.